UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് റിക്രൂട്ട്മെന്റ് കുറഞ്ഞ സാഹചര്യത്തിൽ ഏറ്റവും അധികം നഴ്സുമാർ ചൂസ് ചെയ്യുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. എന്തുകൊണ്ട് ഓസ്ട്രേലിയ സെലക്ട് ചെയ്യണം? ഇപ്പോൾ ധാരാളം രാജ്യങ്ങളിൽ അവസരങ്ങൾ നിലനിൽക്കുമ്പോഴും ഓസ്ട്രേലിയ ചൂസ് ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം ക്വാളിറ്റി ഇൻഡെക്സ് പുറത്തു വന്നപ്പോൾ അതിൽ ഏറ്റവും മികച്ച 12 മോസ്റ്റ് ലിവബിൾ സിറ്റികളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച 2 പ്രധാന സ്ഥലങ്ങളാണ് മെൽബോണും സിഡ്നിയും. നിരവധി കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ 2 സ്ഥലങ്ങൾ ലോകത്തെ ഏറ്റവും മികച്ച സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന, ജീവിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചത്. ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി ഓർമ്മ വരുന്നത് നഴ്സസിന് ധാരാളം വേക്കൻസി ഉള്ള രാജ്യം എന്നാണെങ്കിൽ നഴ്സുമാർക്ക് മാത്രമല്ല ഒട്ടനവധി മേഖലകളിൽ ധാരാളം വേക്കൻസികൾ നിലനിൽക്കുന്ന ഏരിയയാണ് ഓസ്ട്രേലിയ. വിവിധ രാജ്യങ്ങളിൽ നിന്ന് പല ജോബ് കാറ്റഗറികളിലായി എത്തുന്നത് ആയിരക്കണക്കിന് പേരാണ്. പ്രത്യേകിച്ചും ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ, അനസ്തറ്റിസ്റ്റിന്റെ കാര്യത്തിൽ, ഫൈനാൻഷ്യൽ മേഖലയിലെ വിവിധ കാറ്റഗറികളിൽ ഒട്ടേറെ അവസരങ്ങൾ. മറ്റുള്ള ഹൈലി പെയ്ഡ് ജോബുകളാണ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ട്, എക്കണോമിക്സ് തുടങ്ങി ധാരാളം മേഖലകൾ. ടീച്ചേഴ്സിനും ധാരാളം അവസരങ്ങൾ തന്നെയാണ് ഓസ്ട്രേലിയയിലെ വിവിധ മേഖലകളിലുള്ളത്. മറ്റൊരു പ്രധാന കാര്യം, ഓസ്ട്രേലിയയിലോട്ടുള്ള വിസ പ്രോസസ്സിംഗ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആണ്. എല്ലാ ഡോക്യുമെന്റുകളും കൃത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ധാരാളം പേർക്കാണ് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായത്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്തതിന്റെ പേരിൽ കൃത്യമല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റും ഓസ്ട്രേലിയയുടെ മാത്രമല്ല ഒരു രാജ്യത്തിന്റെയും ഇമിഗ്രേഷൻ പ്രോസസ്സിന് വേണ്ടി സബ്മിറ്റ് ചെയ്യരുത്. അത് അവരുടെ കരിയർ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. UK-യിലോട്ടും അമേരിക്കയിലോട്ടും കാനഡയിലോട്ടും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ടെല്ലാം വളരെ കർശനമായ വിസ ഇമിഗ്രേഷൻ ചെക്കുകളാണുള്ളത്. ധാരാളം പേര് ഇപ്പോൾ ഏജൻസി പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഏത് ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോഴും അത് നിങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ജോലി ഒഴിവുകൾ നിലനിൽക്കുന്ന നഴ്സുമാർക്ക് മാത്രമല്ല മറ്റ് സ്കിൽഡ് മേഖലയിലുള്ള എല്ലാ കാറ്റഗറികളിലുള്ളവർക്കും ഓസ്ട്രേലിയയിൽ വന്ന് ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഈ 2 സിറ്റിയും പരിസര പ്രദേശങ്ങളും തിരഞ്ഞെടുക്കാം. വലിയൊരു രാജ്യമാണെങ്കിലും ഇത് 2 പ്രധാന സിറ്റികളായതുകൊണ്ട് തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് വലിയ പ്രാധാന്യമാണ് ഈ 2 സിറ്റികളും നൽകുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ്, ഇതെല്ലാത്തിനും ഉപരി ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഫെസിലിറ്റിയും നൽകുന്ന സ്ഥലങ്ങളായി ഇവ തെരഞ്ഞെടുക്കപ്പെട്ടു. ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് ഒരു ട്രോപ്പിക്കൽ വെതർ കണ്ടീഷൻ, കേരളത്തിലെ കാലാവസ്ഥയുള്ള നിരവധി സ്ഥലങ്ങൾ. അതുമാത്രമല്ല പ്രകൃതിയുടെ വളരെ മനോഹര ദൃശ്യങ്ങൾ നൽകുന്ന ഒട്ടേറെ സ്ഥലങ്ങളും ഓസ്ട്രേലിയയുടെ പല പ്രദേശങ്ങളിലുമുണ്ട്. അപൂർവ വന്യമൃഗങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ് ഓസ്ട്രേലിയയിലെ പ്രധാന വനങ്ങളെല്ലാം. കങ്കാരു, ഓസ്ട്രിച്ച്, കോയാല തുടങ്ങി വന്യമൃഗങ്ങൾ, മറ്റു രാജ്യങ്ങളിലൊന്നും കാണാത്ത മനോഹരമായ വന്യജീവികളെല്ലാം ഓസ്ട്രേലിയയിൽ മാത്രം കാണാനാകും. ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകൾ ഓസ്ട്രേലിയയിൽ തന്നെയാണ്. പ്രത്യേകിച്ചും പെർത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ ബീച്ചുകൾ ലോക പ്രശസ്തവുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ട് ഓസ്ട്രേലിയ തെരഞ്ഞെടുക്കണമെന്നുള്ളത് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു രാജ്യമാണ്. അതുമാത്രമല്ല എക്കണോമിക്കലി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രികളുടെ ലിസ്റ്റിൽ ഓസ്ട്രേലിയ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നു. ഇതിനെല്ലാം പുറമെ ഏറ്റവും അനുയോജ്യമായി സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഓസ്ട്രേലിയ. പല രാജ്യങ്ങളുടെയും സാഹചര്യത്തിൽ അവിടുത്തെ എക്കണോമി എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. ചിലപ്പോൾ സാമ്പത്തിക മാന്ദ്യം, ചിലപ്പോൾ വലിയ സാമ്പത്തിക മുന്നേറ്റം. എന്നാൽ ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. എപ്പോഴും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കോണമി തന്നെയാണ് ഓസ്ട്രേലിയയുടേത്. അതിനു പുറമെ ഏറ്റവും നല്ല ലിവിംഗ് അറ്റ്മോസ്ഫിയർ നൽകുന്ന രാജ്യങ്ങളിലും ഓസ്ട്രേലിയ മുന്നിൽ തന്നെയാണ്. മിനിമം വേജിന്റെ കാര്യത്തിലാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും അധികം വേജ് ലഭിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. ലക്സംബർഗാണ് ഏറ്റവും മുന്നിലുള്ളത്. ഏറ്റവും കൂടുതൽ സാലറി ലഭിക്കുന്നതിന് വേണ്ടി, ഏറ്റവും കൂടുതൽ ഇൻകം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ബഹുഭൂരിപക്ഷം പേരും ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യുന്നതും. പല രാജ്യങ്ങളിൽ നിന്നും ഓസ്ട്രേലിയയിലോട്ട് സെറ്റിൽ ചെയ്യുന്നവരുടെ എണ്ണം വളരെ അധികമാണ്. അമേരിക്ക, UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ ഓസ്ട്രേലിയയിലോട്ട് മൂവ് ചെയ്യുകയും സ്ഥിരമായി സെറ്റിൽ ചെയ്യുകയും ചെയ്യുന്നു. കൂടുതൽ സാമ്പത്തിക മുന്നേറ്റത്തിന് വേണ്ടി ഒട്ടേറെ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലി ഒഴിവുകളും അതിനനുസരിച്ച് തന്നെ വർദ്ധിക്കുന്നു. സ്കിൽഡ് മേഖലയിലാണെങ്കിൽ ധാരാളം തൊഴിലവസരങ്ങളാണ് ഗവൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്കിൽഡ് മൈഗ്രൻസിനെ വെൽക്കം ചെയ്യുന്നതും. ഉയർന്ന സാലറിയോടുകൂടി തന്നെ ജോലി ചെയ്യാനും സെറ്റിൽ ചെയ്യാനുമുള്ള അവസരമാണ് ഓസ്ട്രേലിയ നൽകുന്നത്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷനുകളൊന്നുമില്ലാതെ. ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ കാര്യത്തിലാണെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ മേഖല തന്നെയാണ് ഓസ്ട്രേലിയയിലുള്ളത്. അത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വലിയ പ്രാധാന്യവും നൽകുന്നു. ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസ് ഉള്ളവർക്കും സിറ്റിസൺഷിപ്പ് ഉള്ളവർക്കും ഹെൽത്ത് കെയർ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ഈസി ആക്സസിബിൾ ആണ്, റിലയബിളുമാണ്. ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്കും ഓസ്ട്രേലിയ നല്ല സ്ഥലം തന്നെയാണ്. മികച്ച യൂണിവേഴ്സിറ്റികൾ ഓസ്ട്രേലിയയിൽ സ്ഥിതി ചെയ്യുന്നു. സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് പ്രൈമറി, സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ സൗജന്യമാണ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കൂടുതൽ സബ്സിഡി ഗവൺമെന്റ് നൽകുകയും ചെയ്യുന്നു. കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനുള്ള സൗകര്യം കൂടിയാണ് ഓസ്ട്രേലിയ നൽകുന്നത്. ഇനി പ്രൈവറ്റ് മേഖലയിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അത് എക്സ്പെൻസീവ് ആണ്. കുറെ കാലം മുൻപുണ്ടായിരുന്ന സാഹചര്യം ഒന്നുമല്ല ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ളത്. ധാരാളം പേര് പല രാജ്യങ്ങളിൽ നിന്ന് മൂവ് ചെയ്യാൻ ആരംഭിച്ചതോടെ സിറ്റി മേഖലകളിലെല്ലാം ഇപ്പോൾ ഒരു മൾട്ടി കൾച്ചറലിസം രൂപപ്പെട്ടു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പേരുമായി ജോലി ചെയ്യാൻ കഴിയുന്ന സാധ്യതകളാണ് ഇപ്പോൾ പ്രധാന സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നൽകുന്നത്. മുൻപ് ഇത്തരം സാഹചര്യങ്ങൾ ഓസ്ട്രേലിയയിലില്ലായിരുന്നു. ഓസ്ട്രേലിയയിലെ നേറ്റീവ് പീപ്പിൾ മാത്രമായിരുന്നു അവിടെ പ്രധാനമായും ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്നായി ധാരാളം പേർ ഓസ്ട്രേലിയയിലോട്ട് എത്താൻ
തുടങ്ങിയതോടെ ആ ഒരു മൾട്ടി കൾച്ചറലിസം രൂപപ്പെട്ടു തുടങ്ങിയതായുള്ള റിപ്പോർട്ടുകളാണ് ലേറ്റസ്റ്റ് സർവേ റിസൾട്ടുകളിലൂടെ സൂചിപ്പിക്കുന്നത്. ടാക്സിന്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാ ഡെവലപ്ഡ് കൺട്രികളിലും ടാക്സ് നൽകണം. അത് വളരെ കോമൺ ആണ്. $18,200 മുകളിലുള്ള ഏർണിംഗ്സിന് ടാക്സ് നൽകിയാൽ മതി. അത്രയും ടാക്സ് എക്സംപ്റ്റഡ് ആണ് ഓസ്ട്രേലിയയിൽ. മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ കൂടുതൽ ഇൻകം നേടുന്നവർക്ക് കൂടുതൽ ടാക്സ് നൽകുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണ് ഓസ്ട്രേലിയയിൽ നടപ്പാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഏർണിംഗ്സ് ഉള്ളവർക്ക് കൂടുതൽ ടാക്സ് നൽകുക, കുറഞ്ഞ വരുമാനക്കാർക്ക് കുറഞ്ഞ ടാക്സ്. ഇത് സാധാരണ സോഷ്യൽ ലൈഫ് ഈക്വലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് നടപ്പാക്കിയിരിക്കുന്ന ഒരു രീതിയാണ്. പല രാജ്യങ്ങളിലും നമ്മൾ പോയി സെറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ലാംഗ്വേജിന്റെ പ്രോബ്ലം. ഇപ്പോൾ ജർമ്മനിയിലോ ഇറ്റലിയോ ഫ്രാൻസോ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് മസ്റ്റായി അറിഞ്ഞിരിക്കണം. എന്നാൽ ഓസ്ട്രേലിയ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയതുകൊണ്ട് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചെല്ലുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഈസിയായി അഡാപ്റ്റ് ചെയ്യാനുമാകും. കേരളത്തിൽ പഠിക്കുന്ന ഒട്ടുമിക്കവർക്കും തന്നെ അവരുടെ ബേസിക് ഇംഗ്ലീഷ് നോളജ് കൊണ്ട് തന്നെ ഓസ്ട്രേലിയയിൽ ഏത് ജോലിയും ചെയ്യാനുമാകും. ഓസ്ട്രേലിയയിലെ ലിവിംഗ് എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ആവറേജ് ഒരു വ്യക്തിയുടെ ഒരു മാസത്തെ ചിലവായി കണക്കാക്കിയിരിക്കുന്നത് $800 ആണ്. അത് അമേരിക്കൻ ഡോളറിൽ പറയുകയാണെങ്കിൽ $512 ഒരു മാസം ഒരാൾക്ക് ശരാശരി അവിടെ ചിലവാവുക. ക്രൈം റേറ്റിന്റെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ല ജീവിത സാഹചര്യമാണ് ഓസ്ട്രേലിയയിലുള്ളത്. ക്രൈം റേറ്റ് കുറവുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിലും ഓസ്ട്രേലിയ ഇടം പിടിച്ചിരിക്കുന്നു. പക്ഷേ കോസ്റ്റ് ഓഫ് ലിവിംഗിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രധാന സിറ്റികളിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ ഹൈ ആണ്. സാധാരണക്കാർക്ക് ലഭിക്കുന്ന എമൗണ്ടിന്റെ നല്ലൊരു ഭാഗവും ചെലവാക്കേണ്ടി വരും. അതുകൂടാതെ വെതർ കണ്ടീഷന്റെ കാര്യത്തിൽ എക്സ്ട്രീം വെതർ കണ്ടീഷൻ ഉള്ള രാജ്യമാണ് ഓസ്ട്രേലിയ എന്നത് ഒഴിവാക്കാനാകാത്ത ഒരു കാര്യമാണ്. കാട്ടുതീ, നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ, അതുകൂടാതെ ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത ക്ലൈമറ്റുകൾ ആയതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ വലിയ ചൂടായിരിക്കും. പെർത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചൂട് 50 ഡിഗ്രിയിലധികം വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വലിയ ചൂടുള്ള പ്രദേശങ്ങളും അതേപോലെ തന്നെ തണുപ്പുള്ള പ്രദേശങ്ങളും ഓസ്ട്രേലിയയിലുണ്ട്. മിക്കവരും തന്നെ സെറ്റിൽ ചെയ്ത ഏരിയകളായ പെർത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വലിയ ചൂടുള്ള പ്രദേശങ്ങളുമാണ്. കൊടുങ്കാറ്റും കാട്ടുതീയും ഓസ്ട്രേലിയയിൽ വളരെ കോമൺ ആയി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാട്ടുതീ അണയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചെലവാക്കുന്നത് വലിയ തുകയുമാണ്. പലപ്പോഴും കാട്ടുതീ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുമുണ്ട്. ബുഷ് ഫയർ ഒരു വലിയ പ്രശ്നമായി ഓസ്ട്രേലിയയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. മറ്റൊരു പ്രധാന കാര്യമാണ് അഫോർഡബിൾ ഹൗസിംഗിന് ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളത്. അഫോർഡബിൾ ഹൗസിംഗ് ലഭ്യമല്ല എന്നുള്ളത്. സിറ്റി മേഖലകളിലാണെങ്കിൽ വീടുകളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. സാധാരണ ജോലി ചെയ്യുന്നവർക്കൊന്നും വീട് വാങ്ങുക, സെറ്റിൽ ചെയ്യുക എന്നുള്ളത് സിറ്റി ഏരിയകളിൽ പ്രാപ്യമായി തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഒരു രാജ്യത്ത് പോയി സെറ്റിൽ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായുള്ളത് ആദ്യം നമ്മൾ റെന്റൽ ഹൗസിൽ തന്നെയാണ് കുറെ കാലം താമസിക്കേണ്ടത്. ആ സാഹചര്യങ്ങളിൽ റെന്റ് വളരെ ഹൈ ആണെങ്കിൽ സേവിങ്സിൽ വളരെ കുറവുണ്ടാവുകയും ചെയ്യും. 2024 ലേറ്റസ്റ്റ് സർവേ അനുസരിച്ച് ഓസ്ട്രേലിയയിലെ ആവറേജ് വാടക കണക്കാക്കിയിരിക്കുന്നത് $2,600 ആണ്. കുറെ കാലം മുൻപ് വരെ എനർജി ബില്ലുകളൊന്നും അത്ര ഹൈ അല്ലായിരുന്നു ഓസ്ട്രേലിയയിലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഗ്യാസ്, ഇലക്ട്രിസിറ്റി ബില്ലുകളിലെല്ലാം വലിയ വർധനവുണ്ടായി. ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ $317 ആണ് ഇപ്പോൾ ശരാശരി ഓസ്ട്രേലിയയിൽ നൽകേണ്ടത്. പുതിയ സർവേ അനുസരിച്ച് ഗ്യാസ് ബില്ല് ഒരു മാസം നൽകേണ്ടത് $181 ആണ്. 2024 കണക്കുകൾ അനുസരിച്ച് ഓസ്ട്രേലിയയിലെ ആവറേജ് സാലറി $72,753 ആണ്. ആവറേജ് സാലറിയായി ഓസ്ട്രേലിയയിലുള്ളത്. ചിലർക്ക് കൂടുതൽ സാലറി ലഭിക്കുന്നുണ്ടാകാം, ചിലർക്ക് കുറവായിരിക്കാം. ഇത് രാജ്യത്തെ ആവറേജ് സാലറിയാണ് ഇത്രയും ഉള്ളത്. ഓസ്ട്രേലിയ ലോകത്തിലെ 6ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ്. 7ാം സ്ഥാനത്താണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലോട്ട് യാത്ര ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ തീരെയില്ല. മണിക്കൂറുകളോളം യാത്ര ചെയ്താൽ മാത്രമാണ് മറ്റൊരു സിറ്റിയിലോട്ട് എത്താനാവുക. പലപ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ട ആ ഒരു സാഹചര്യമാണ് ഓസ്ട്രേലിയയിലുള്ളത്. സിറ്റികൾ തമ്മിലുള്ള യാത്ര വളരെ എക്സ്പെൻസീവ് ആണ്. അതുമാത്രമല്ല ഇപ്പോൾ സിറ്റി ഏരിയകളിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം തീർച്ചയായും പറയാതെ വയ്യ, ഓസ്ട്രേലിയയിൽ റേസിസം വളരെ അധികമാണ്. സ്കൂളുകളിലാണെങ്കിലും മറ്റ് ജോലി സ്ഥലങ്ങളിലാണെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻസ് എല്ലായിടത്തുമുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിലെത്തി ജോലി ചെയ്യുന്നവർക്കും അവിടെ സെറ്റിൽ ചെയ്യുന്നവർക്കും അത്തരം റേഷ്യൽ അബ്യൂസുകൾ പലപ്പോഴും നേരിടേണ്ടി വരും. എന്നാൽ ഓസ്ട്രേലിയയിലെ പൊതുവായ നിയമങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തി സെറ്റിൽ ചെയ്യുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. എങ്കിലും ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൊതുവായി പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ തീർച്ചയായും സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രാജ്യമാണ്. ഇപ്പോൾ പലരും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി സെറ്റിൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരം നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ലണ്ടനിൽ വന്ന് സെറ്റിൽ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലാണ്. ഒട്ടേറെ രാജ്യങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള ഒരു സെൻട്രൽ പ്ലേസ് ആണ് UK. അതുകൊണ്ട് തന്നെ എനിക്ക് UK ആണ് ഇഷ്ടം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യത്താണ് സെറ്റിൽ ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ ഇഷ്ടവും ചോയ്സും അനുസരിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഓസ്ട്രേലിയയോ അമേരിക്കയോ
കാനഡയോ UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ചോയ്സും ഇഷ്ടങ്ങളും ഉണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ഒരു രാജ്യം തിരഞ്ഞെടുക്കാൻ. ഒരു തവണ നമ്മളൊരു രാജ്യത്ത് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസർച്ചിന് ശേഷം ഒരു രാജ്യം തിരഞ്ഞെടുക്കുക, അവിടെ സ്ഥിരമായി സെറ്റിൽ ചെയ്യുക. തീർച്ചയായിട്ടും ഒട്ടേറെ സാധ്യതകൾ നൽകുന്ന രാജ്യങ്ങളാണ് ഇവയെല്ലാം. കേരളത്തിൽ തന്നെ സ്ഥിരമായി നിൽക്കാനാണ് മിക്കവരുടെയും തന്നെ ആഗ്രഹം. മറ്റ് നിർവാഹമില്ലാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ വികസിത രാജ്യങ്ങളിലോട്ട് മൂവ് ചെയ്യുന്നതും അവിടെ സെറ്റിൽ ചെയ്യുന്നതും. അല്ലെങ്കിൽ എഡ്യൂക്കേഷന് ശേഷം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ, നല്ലൊരു സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടെങ്കിൽ, അഴിമതി കുറഞ്ഞ ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ തീർച്ചയായും കേരളത്തിൽ നിന്ന് ആരും തന്നെ മറ്റു രാജ്യങ്ങളിലോട്ട് പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.